ഈ ജൂലൈ മാസം 25-ാം തീയതി പ്രഭാതത്തിൽ എല്ലാ പ്രേക്ഷകർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 15-ാമത്തെ അധ്യായമാണ്. വളരെ മനോഹരമായിരിക്കുന്ന ഒരു അധ്യായമാണിത്. വാസ്തവത്തിൽ ഒരു മകൾക്ക് തൻ്റെ പിതാവിൻ്റെ മേലുള്ള സ്വാധീനവും എത്രയധികമെന്ന് നമുക്ക് കാണുവാൻ കഴിയും. അതിനേക്കാൾ ഉപരിയായിട്ട് ദീർഘവീക്ഷണമുള്ള ഒരു മകളുടെ ശ്രദ്ധയോടുകൂടിയ പ്രവർത്തന ശൈലി എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു അധ്യായമാണ് ഈ അധ്യായം. എന്താണ് ഈ അധ്യായത്തിൽ നടക്കുന്നത്? കാലേബ് ഹെബ്രോൻ മല യോശുവയോട് ചോദിച്ചു വാങ്ങി. അവസാനം അവിടുന്ന് അനാക്കിമല്ലന്മാരെ കുറച്ച് പേരെ ഓടിച്ചു. അതിനുശേഷം അവരുടെ ആ കോട്ട പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കാലേബ് ഒരു കാര്യം തീരുമാനിച്ചു. ദൈവം എനിക്കൊരു മകളെ തന്നിട്ടുണ്ട്, അവളുടെ പേര് അക്സയ എന്നാണ്. ഈ മകളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കണം? വിവാഹത്തിലുള്ള സമയമായി. അപ്പോൾ കാലേബ് തീരുമാനിച്ചു, ഈ ഹെബ്രോൻ മല കീഴടക്കി അനാക്കിമല്ലന്മാരെ തുരത്തുവാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അവനായിരിക്കും ഞാൻ എൻ്റെ മകൾ അക്സയ ഭാര്യയായിട്ട് കൊടുക്കുക എന്നുള്ളത്. അനേകരും അവരുടെ പെൺമക്കൾക്ക് വിവാഹം ആലോചിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ വരുന്നത് ഹെബ്രോൻ മല കീഴടക്കുവാൻ കഴിയുന്നവനാണോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആരൊക്കെ ശമ്പളമുള്ളവനാണോ, പ്രത്യേക വസ്തുവുള്ളവനാണോ, ഇന്ന വിദ്യാഭ്യാസമുള്ളവനാണോ എന്നൊക്കെ പല കാര്യങ്ങൾ ചിന്തിക്കും. എന്നാൽ ഇവിടെ അതല്ല. കാലേബിനെ പോലെ തന്നെ ധൈര്യശാലിയായി വിശ്വാസവീരനായിരിക്കുന്ന ഒരു മനുഷ്യന് വേണം എൻ്റെ മകളെ കൊടുക്കാനെന്ന് കാലേബ് നിശ്ചയിച്ചു. കാരണം മറ്റെല്ലാവരും ഈ ഹെബ്രോൻ മല കണ്ട് അനാക്കിമല്ലന്മാരെ കണ്ട് കനാൻ നാട്ടിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് 40 വർഷം കൂടി ശിക്ഷയായിട്ട് വാങ്ങിയപ്പോൾ കാലേബ് എന്ന് പറഞ്ഞതായിരിക്കുന്ന മനുഷ്യൻ ധൈര്യമായി നിന്ന് ആ ഹെബ്രോൻ മല ഞാൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ തൻ്റെ മകളെ വിവാഹം കഴിക്കുന്ന ആൾ താൻ വിശ്വാസത്താൽ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ വേണം വിശ്വാസമുള്ള അതിനുള്ള ശക്തിയുള്ള ഒരാളായിരിക്കണമെന്ന് കാലേബ് തീരുമാനിച്ചു. അതൊരു നല്ല തീരുമാനമാണ്. നമ്മുടെ മക്കളെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോഴും നമ്മുടെ മക്കൾക്ക് ഭാര്യമാരെ നമ്മൾ കൊണ്ടുവരുമ്പോഴും നമ്മുടെ മൂല്യം എന്തായിരിക്കണം? നമ്മളെപ്പോലെ തന്നെ കർത്താവിനെ അറിയുന്നവരും വിശ്വാസത്താൽ ജീവിക്കുന്നവരും വിശ്വാസത്തെ വലിയ കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നവരും നമ്മളെപ്പോലെ തന്നെ ആത്മാക്കൾക്ക് വേണ്ടി ഭാരമുള്ളവരും ദൈവവചനം പഠിക്കുന്നവരും അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നല്ലതല്ലേ? എന്നാൽ പലപ്പോഴും അങ്ങനെയല്ല. പെൺപിള്ളേർ തന്നെ പോയി ആരെയും കണ്ടുപിടിച്ച് കാലത്ത് കല്യാണം നടക്കും. ഈ അപ്പന്മാരും അമ്മമാരും കണ്ടുപിടിക്കുകയാണെങ്കിലും അവരുടെ വിശ്വാസത്തിന് യോജിച്ച കാര്യങ്ങളൊന്നുമല്ല. ഒരുപക്ഷെ അവരെപ്പോലെ തന്നെ പണമുള്ളവരോ അവരെപ്പോലെ തന്നെ മറ്റു കാര്യങ്ങളുള്ളവരോ ആയിരിക്കുന്ന ആളുകളാണ്. എന്നാൽ കാലേബ് അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ കാലേബ് മുന്നോട്ട് വെച്ചതായിരിക്കുന്ന വെല്ലുവിളിയാണ് ഹെബ്രോൻ മല കീഴടക്കുന്നവന് എൻ്റെ മകളെ വിവാഹം ചെയ്ത് കൊടുക്കുമെന്ന്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കാലേബിൻ്റെ അനുജൻ്റെ മകനായിരിക്കുന്ന ഒത്നീയേലിനാണ് അത് ചെയ്യാനുള്ളതായിരിക്കുന്ന കരുത്ത്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് കാലേബിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കാലേബിനെ പോലെയുള്ള ഒരാൾ ദൈവം കൊടുത്തു. അന്നത്തെ കാലത്ത് അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ വിവാഹം കഴിക്കുമായിരുന്നു. അതുകൊണ്ട് ഇന്നത്തേക്കാൾ വ്യത്യസ്തമായിരിക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ കാലേബിൻ്റെ സഹോദരപുത്രനായിരിക്കുന്ന ഒത്നീയേൽ മുന്നോട്ട് വരികയും അനാക്കിമല്ലന്മാരെ പരാജയപ്പെടുത്തി കിര്യത്ത് സേഫറെ പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെ പിടിച്ചെടുക്കിയത് കൊണ്ട് കാലേബ് തൻ്റെ മകളായിരിക്കുന്ന അക്സയെ തനിക്ക് ഭാര്യയായിട്ട് കൊടുത്തു. അങ്ങനെ അവർ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു. ഒരു ദിവസം അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ സംസാരിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒത്നീയേലും അതുപോലെ തന്നെ അക്സയും തമ്മിൽ സംസാരിച്ചു. അപ്പോൾ ഒത്നീയേൽ പറഞ്ഞു കാണും, നമുക്ക് കിട്ടിയതായിരിക്കുന്ന മലയിൽ വെള്ളത്തിന് കുറവുള്ളൊരു സ്ഥലമാണ്, നീരുറവുകൾ വളരെ കുറവാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് അതൊരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞു കാണും. എന്നാൽ കാലേബിന് കിട്ടിയതായിരിക്കുന്ന അവകാശമായി കിട്ടിയ ദേശത്ത് മറ്റ് ദേശങ്ങളിലൊക്കെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്പനോട് ചോദിക്കാം, നീരുറവുള്ള സ്ഥലം കൂടെ ഞങ്ങൾക്ക് തരണമെന്ന്. അക്സ പറഞ്ഞു, ഒത്നീയേൽ തന്നെ ചോദിക്കാൻ പറഞ്ഞു. ഒത്നീയേൽ പറഞ്ഞു, അത് യോഗ്യമല്ല. ഞാൻ എൻ്റെ അമ്മായിപ്പനോട് ഒരു അവകാശം ചോദിക്കുന്നതിനേക്കാൾ നീ മകളല്ലേ, നീ ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ കാലേബിൻ്റെ അടുത്ത് മകളെത്തി. അങ്ങനെ എത്തിയപ്പോൾ മകളോട് കാലേബ് ചോദിച്ചു, നിനക്കെന്ത് വേണം മകളെ എന്ന് ചോദിച്ചു. അവൾ എനിക്കൊരു അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, എനിക്കൊരു അനുഗ്രഹം തരണമേ എന്ന് പറഞ്ഞു. എന്തനുഗ്രഹമാണ് നിനക്ക് വേണ്ടത്? നീ എന്നെ തെക്കേ ദേശത്തിലേക്കല്ലേ കൊടുത്തത്, അവിടെ വെള്ളം കുറവാണ്, അതുകൊണ്ട് നീരുറവുകളെയും എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പനത് വളരെ ഇഷ്ടപ്പെട്ടു. ആ അപേക്ഷ പ്രകാരം മലയിലും താഴ്വരയിലും നീരുറവുകൾ നൽകിയെന്നാണ്. നൽകി അവളെ അനുഗ്രഹിച്ചു. എന്നാൽ ചോദിച്ചാൽ അനുഗ്രഹങ്ങൾ കിട്ടും കേട്ടോ. ചോദിക്കേണ്ടതുപോലെ ചോദിക്കണം. ചോദിക്കുന്നതിന് ന്യായം വേണം. ഭൂമി തന്നിട്ട് വെള്ളമില്ലാതെ വന്നാൽ അവിടെ എന്ത് ചെയ്യാനാണ്? അതൊരു ന്യായമായ ആവശ്യമാണ്. ഭൂമി തന്നപ്പോൾ വെള്ളം അതിനുള്ള സ്രോതസ്സുകളും തരണമെന്ന്. ക്രിസ്ത്യ ജീവിതത്തിലും നീരുറവുകൾ ആവശ്യമാണ് കേട്ടോ. മലയിലും താഴ്വരയിലും കർത്താവിനോട് ചോദിച്ചു വാങ്ങേണ്ട അനുഗ്രഹങ്ങളുണ്ട്. ചോദിച്ചാൽ കർത്താവ് നൽകുന്നവനാണ്.
അതായത് നമുക്ക് ചെയ്യാനായിട്ട് തന്നിട്ടുള്ളതായിരിക്കുന്ന ജോലി പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന സ്രോതസ്സുകൾ നാം ചോദിച്ചു വാങ്ങണം. അതിനുള്ള സ്രോതസ്സ് ചോദിച്ചു വാങ്ങണം. കൃഷിക്കാരായിരിക്കുന്ന ആളുകൾക്ക് വെള്ളം ഒഴിച്ചു കൂടാത്തതാണ്. അതുകൊണ്ട് അക്ഷയ ഒഗ്നിയിലും അത് ചോദിച്ചു. ഇന്ന് അനേക പെൺമക്കളും അക്ഷയെ പോലെ അല്ലെന്ന് ദുഃഖത്തോട് ഞാൻ പറയട്ടെ. ഭർത്താവിനെ കൊണ്ട് അവളുടെ വീട്ടുകാർക്ക് അനുഗ്രഹങ്ങൾ കൊടുപ്പിക്കുന്നവരാണ് പലരും. അങ്ങനെയാണ്. സ്വന്തം വീട്ടുകാർക്ക്, ഭർത്താവിൻ്റെ വീട്ടുകാർക്കൊന്നും കൊടുത്തില്ലെങ്കിലും ഭാര്യ തൻ്റെ വീട്ടുകാർക്ക് അനുഗ്രഹങ്ങൾ ചെല്ലുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന പെൺമക്കളുണ്ട്. എന്നാൽ അക്ഷയ അങ്ങനെ ആയിരുന്നില്ല. അക്ഷയ ഒഗ്നിയിലോട് പറഞ്ഞത്, ദൈവമിക്ക് എൻ്റെ അപ്പൻ പ്രായമൊക്കെയാണ്, നമുക്ക് എന്തെങ്കിലും അപ്പന് ഒരു വീട് വെച്ച് കൊടുക്കണ്ടേ, അപ്പന് ഇനി അപ്പോൾ സാധിക്കുമോ? അങ്ങനെയല്ല ചോദിച്ചത്. അവൾ പറഞ്ഞത് അങ്ങനെയല്ല, അവൻ പറഞ്ഞതും അങ്ങനെയല്ല. നമുക്ക് അനുഗ്രഹം വേണം, ഇപ്പം ചോദിച്ചെങ്കിലേ കിട്ടുമെന്നാണ്. അപ്പോൾ ഇന്നത്തെ പെൺമക്കളിൽ നിന്നും വ്യത്യാസമുള്ളതാണ്. അപ്പന്മാർക്കൊന്നും കൊടുക്കരുത്, അമ്മമാർക്ക് കൊടുക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എന്നാൽ നമ്മളുടെ ഭാവി തലമുറകൾക്ക് വേണ്ടി നാം അനുഗ്രഹത്തിൻ്റെ സ്രോതസ്സുകൾ നേടിയെടുക്കുന്നവരായിരിക്കണം. അവരവരുടെ മക്കളുടെ വേണ്ടി അവർ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യും. ഭാര്യ വീട്ടുകാർക്ക് ഭർത്താവിനെ കൊണ്ട് വല്ലതുമൊക്കെ കൊടുപ്പിക്കുന്നത് സൽപ്രവൃത്തിയായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം. എന്നാൽ യാക്കോബിനെ പോലെ നമ്മൾ ചോദിക്കണം, എൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഞാൻ ഇനി എപ്പോൾ കരുതും? അങ്ങനെ ചോദിക്കുന്നതായിരിക്കുന്ന ഭാര്യമാർ നല്ല ഭാര്യമാരാണ്. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം ഇനി എപ്പോൾ കരുതും? കേവലം ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല, ആത്മീകമായ അനുഗ്രഹങ്ങളും നാം ചോദിച്ചു വാങ്ങണം. നീരൊഴുകളില്ലാത്ത മലപ്രദേശങ്ങൾ പ്രയോജനരഹിതമാണ്. അത് മനസ്സിലാക്കിയ ഒഗ്നിയിൽ അക്ഷയ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഭർത്താവിൻ്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുവാൻ അക്ഷയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ആ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടുമാണ്. ഭാര്യാഭർത്താക്കന്മാരെ ഒരുമിച്ചിരുന്ന് സംസാരിക്കണം. നമ്മുടെ കുടുംബത്തിന് എന്താണ് വേണ്ടത്? നമ്മുടെ കുടുംബത്തിന് എന്താണ് വേണ്ടത്? നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് എന്താണ് വേണ്ടത്? അത് മനസ്സിലാക്കി ബുദ്ധിയോടുകൂടി ദൈവത്തോട് ചോദിച്ച അനുഗ്രഹങ്ങൾ വാങ്ങണമെന്നാണ് ഞാൻ പറയുന്നത്. ചോദിച്ച് വാങ്ങണം. അങ്ങനെ അനുഗ്രഹങ്ങൾ ചോദിച്ച് വാങ്ങുന്ന ആളുകൾ എപ്പോഴും നല്ല ആളുകളാണ്. അതുകൊണ്ട് അക്ഷയെപ്പോലെ ദീർഘവീക്ഷണത്തോടുകൂടെ ഭാവിക്ക് ആവശ്യമായതൊക്കെയും ചോദിച്ചു വാങ്ങുന്നവർക്ക് സമൃദ്ധിയായ ജീവിതം ഉണ്ടാകും. കേവലം ഭൗതികമായത് മാത്രമല്ല, അവരന്ന് ജീവിച്ചതായിരിക്കുന്ന കനാൻ നാട്ടിൽ ഭൗതികമായിരിക്കുന്ന ഒരു കാര്യമായിരുന്നു അവർക്ക് ആവശ്യമുള്ളത്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമുക്ക് ആവശ്യം? ഭൗതികമായ കാര്യങ്ങളാണോ ആവശ്യം? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതാണോ ആവശ്യമെങ്കിൽ അത് ചോദിക്കണം. എന്താണ് അവർക്ക് വേണ്ടത്? ആത്മീയത വേണ്ടേ? ആത്മാക്കളെ വേണ്ടേ? ദൈവവചന പരിജ്ഞാനം വേണ്ടേ? സഭയിൽ ശുശ്രൂഷ ചെയ്യാനുള്ളതായിരിക്കുന്ന കഴിവ് വേണ്ടേ? സുവിശേഷ വേല വേണ്ടേ? എന്തെല്ലാം കാര്യങ്ങൾ ചോദിക്കാനായിരിക്കും. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനായിട്ട് പണം വേണ്ടേ? ചോദിക്കാം. അതോ കേവലം നാം ചോദിക്കുന്നത് ബുദ്ധി കൊടുക്കണം, വിദ്യാഭ്യാസം കൊടുക്കണം, നല്ലൊരു ജോലി കൊടുക്കണം, നല്ലൊരു ഭാര്യയെ കൊടുക്കണം, നല്ലൊരു വീട് കൊടുക്കണം, നല്ലൊരു കാർ കൊടുക്കണം, ഇങ്ങനെയുള്ള ഭൗതിക അനുഗ്രഹങ്ങൾ മാത്രമാണോ നാം ചോദിക്കുന്നത്? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഹെബ്രോൻ മലകൾ കീഴടക്കുവാനായിട്ട് കഴിയുകയില്ല. അനേകം മല്ലന്മാരവിടെ വസിക്കും. ആ മല്ലന്മാരൊടുവിൽ നമ്മളെ അവിടെ നിന്ന് തുരത്തിക്കളയും. അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഈ അധ്യായം ഒരു നല്ല അധ്യായമാണ്. കാരണം ഒരു നല്ല മാതൃകയാണ് കാണിക്കുന്നത്. അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു ദമ്പതിമാരെ നമുക്ക് കാണാം. അനുഗ്രഹങ്ങൾ ചോദിക്കേണ്ടതുപോലെ ചോദിക്കുന്നവരെ കാണാം. ഒഗ്നിയിൽ കയറി അമ്മായപ്പനോട് എനിക്ക് അനുഗ്രഹം തരണമെന്ന് പറയുന്നതിൽ ഒരു അയോഗ്യതയുണ്ട്. അതുകൊണ്ട് ഒഗ്നിയിൽ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, പക്ഷേ നീ തന്നെ ചോദിച്ചില്ല, നിൻ്റെ പിതാവിനോട് നീ തന്നെ അനുഗ്രഹം ചോദിച്ചില്ലേ? അതുകൊണ്ട് അവളാണത് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ ചാനലിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. മൂന്നാമത് അവർ കണ്ടതെന്താണ്? അവർക്ക് ആവശ്യമുള്ള കാര്യമാണ്. കാരണം അവർക്ക് വസ്തുക്കൾ ഭൂമി കിട്ടിയിട്ടുണ്ട്, അതിൽ നീരുറവുകളില്ല, വെള്ളമില്ലാതെ എങ്ങനെയാണ് ജീവിക്കുന്നത്? അപ്പോൾ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം തരണമെന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾക്ക് നീരുള്ള പ്രദേശങ്ങൾ, കുളങ്ങളോ കിണറുകളോ നദികളോ എന്താ അവിടെ ഉണ്ടായിരുന്നത്, അത് തരണമെന്ന് പറഞ്ഞു. പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ യോഗ്യമായ കാര്യങ്ങളല്ല. യാക്കോബ് അതേക്കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ ഭോഗേച്ഛകൾ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കുകൊണ്ട് നിങ്ങൾക്കൊന്നും ലഭിക്കുന്നില്ലെന്നാണ്. ഞാൻ പറയാം, അക്ഷയെപ്പോലെ നീരവ് ചോദിക്കുന്ന ഒരു മകൾക്ക് അപ്പൻ തീർച്ചയായിട്ടും നീരവ് കൊടുക്കും. ചോദിച്ചത് കൂടുതൽ കൊടുത്തു. മലയിലും താഴ്വീതിയിലും കൊടുത്തെന്നാണ് പറയുന്നത്. അത് രണ്ടിടത്തും കൊടുത്തു. കാരണം അവർക്കൊരു കുറവും വരരുത്. നമ്മുടെ ദൈവം അങ്ങനെയാണ്. നമ്മുടെ ദൈവം കാലേബ് തൻ്റെ മകൾക്ക് വേണ്ടി അങ്ങനെ കരുതിയെങ്കിൽ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എത്രയധികം കരുതും. പക്ഷേ കാലേബ് കൊടുത്തത് തൻ്റെ ദീർഘവീക്ഷണത്തിൽ നിന്നല്ല, തൻ്റെ മകളുടെ ആവശ്യപ്രകാരമാണ്. പ്രാർത്ഥന കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങളില്ല പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച് ചെയ്യണം. എന്ന് മാത്രമല്ല, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ മാതാപിതാക്കളുമായുള്ള ബന്ധങ്ങളിൽ, കുടുംബങ്ങളിൽ, നമ്മുടെ സ്വത്തിൻ്റെ വിഭജനം സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ മാതൃകയായി നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മളൊരിക്കലും ദ്രവ്യാഗ്രഹികളോ വഴക്ക് കിട്ടുന്നവരോ മല്ലന്മാരോ ആയി തീരരുത്. എല്ലാം ക്രമമായും ചന്തമായും ഉചിതമായും ചെയ്യണം. അങ്ങനെ ചെയ്ത് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.
വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ പിതാവേ, ഈ പ്രഭാതത്തിനായി വീണ്ടും നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വചനത്തിൽ രേഖപ്പെടുത്തിയ അക്ഷയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഒഗ്നിയലിന് വേണ്ടി നന്ദിയോട് സ്തോത്രം. ദീർഘവീക്ഷണത്തോടുകൂടി അവരുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ പിതാവിനോട് ചോദിച്ചു വാങ്ങുവാനായിട്ട് അവർക്ക് ഇടയായി. അതും കർത്താവെ ഒഗ്നിയൽ ചോദിക്കുന്നതിന് പകരം അക്ഷയെക്കൊണ്ട് തന്നെ ചോദിപ്പിച്ചു. അതാണ് എൻ്റെ യോഗ്യമായിരിക്കുന്ന കാര്യങ്ങൾ. കർത്താവെ, ഞങ്ങളും പ്രാർത്ഥന കൊണ്ട് കാര്യങ്ങൾ നേടുവാൻ സഹായിക്കണമേ. ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമായതാണോ എന്ന് ബോധപൂർവ്വം വിലയിരുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസത്തോട് ചോദിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ തലമുറകൾക്ക് അത് അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, അതുകൊണ്ട് സ്തോത്രം. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തരണമേ. ഞങ്ങളെ കൃപയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നടത്തി തരണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.